എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 10 എന്നാരംഭിക്കുന്നു. ഉദ്ധവർക്ക് ഉള്ള ഉപദേശം തുടരുന്നു ഭഗവാൻ. അങ്ങനെ വിവേകം സമ്പാദിച്ചവൻ തനിക്ക് വിധിച്ചതായിട്ടുള്ള കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. നിവൃത്തിപരങ്ങളായ കർമ്മങ്ങളെ ചെയ്ത് തീവ്ര വൈരാഗ്യം ഇഹ പര ലോകങ്ങളിൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ടും ഉപാസന കൊണ്ടും സിദ്ധനായ ഗുരുവിനെ സമീപിച്ച് ജ്ഞാനോപദേശം മേടിച്ച് ശ്രവണ മനന നിധിധ്യാനങ്ങൾ ചെയ്യണം. നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി ജ്ഞാനോപദേശം വാങ്ങണം. സംശയമുള്ള കാര്യങ്ങളെ ഗുരുവിനോട് ചോദിക്കുകയും മറുപടിയെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. ഈ ചോദ്യോത്തര രൂപത്തിലുള്ള മഥനത്തിൽ നിന്നും അരണിമഥനത്തിൽ നിന്നും അഗ്നി എന്ന പോലെ ജ്ഞാനാഗ്നി ഉണ്ടാകുന്നു. ഈ ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു. ദേഹവുമായുള്ള ബന്ധവും കൂടി നശിച്ച് ജീവൻ മുക്തനായിട്ട് ഭവിക്കുന്നു. ഈ സിദ്ധാന്തത്തിന് വിപരീത അഭിപ്രായക്കാരായ താർക്കികന്മാരെയും മീമാംസകന്മാരെയും നിശിതമായിട്ടുള്ള ഭാഷയിൽ ഭഗവാൻ എളുപ്പത്തിൽ ഖണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഉദ്ധവൻ ചോദിച്ചു, ബന്ധന്മാരെയും മുക്തന്മാരെയും എങ്ങനെയാ ഭഗവാനെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുക? അവരുടെ ലക്ഷണം ഒന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ്. അഥ ശ്രീമൽ ഭാഗവത ഏകാദശ സ്കന്ധ ദശമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച. മയോദിതേഷ്വവഹിത സ്വധർമ്മേഷു മദാശ്രയ വർണ്ണാശ്രമകുലാചാരം അകാമാത്മാ സമാചരേൽ. ഭഗവാൻ പറഞ്ഞു, 25 ഗുരുക്കന്മാരിൽ നിന്ന് മാത്രമല്ല, ലോക നിരീക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന നിരന്തര ചിന്തയാൽ അഭ്യസിച്ചുറപ്പിക്കുന്ന വിവേകത്താൽ അന്ധക്കരണ ശുദ്ധി വന്നവന് പരമാർത്ഥ ജ്ഞാനം തെളിയാൻ ഉപകരിക്കുന്ന വർണ്ണാശ്രമാദികളായ ആചാരക്രമങ്ങൾ ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറയുന്നു. ഭഗവത്ഗീത, പാഞ്ചരാത്രം മുതലായ ഗ്രന്ഥങ്ങളിൽ എന്നാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ധർമ്മങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. അതിന് വിരോധം വരാത്ത വിധത്തിൽ വർണ്ണാശ്രമങ്ങൾക്ക് ഉചിതമായ കർമ്മങ്ങൾ നടത്തണം. എന്നാൽ ലൗകിക സുഖങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വക കർമ്മങ്ങളൊന്നും നടത്തരുത്. സർവേശ്വരനായ എന്റെ പ്രസാദത്തിനായി സമസ്ത കർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് സമർപ്പിക്കണം. അന്വീക്ഷേത വിശുദ്ധാത്മാ ദേഹിനാം വിഷയാത്മനാം ഗുണേഷു തത്വധ്യാനേന സർവാരംഭ വിപര്യം. ആഗ്രഹം ഇല്ലാതാവാൻ നല്ല പ്രയാസാണ്. ആഗ്രഹമില്ലാത്ത ഒരു കർമ്മം എന്തിനായിട്ടാ ചെയ്യണത് എന്ന് ശങ്കിക്കണ്ട. കർമ്മം ചെയ്യേണ്ടത് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അവരവർക്ക് ഉചിതമായ വ്യാപാരങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്താൽ ക്രമേണ മനസ്സിലെ രാഗാദിമലങ്ങളൊക്കെ നീങ്ങും. ലോകം ഈശ്വരന്റെ സ്ഥൂല രൂപമാകയാൽ ലോകഹിതത്തെ ലക്ഷ്യമാക്കി ചെയ്യുന്ന കർമ്മം ഈശ്വരാർപ്പണമാണ് എന്ന് ധരിക്കണം. ഇങ്ങനെ കാമനാരഹിതമായി ചെയ്യുന്ന കർമ്മം ചിത്തശുദ്ധി വരുത്തും. നിർമ്മലമായ കണ്ണാടി പ്രതിബിംബത്തെ ഉൾക്കൊള്ളാൻ സമർത്ഥമായി വരുന്നത് പോലെ അന്തരംഗം ശുദ്ധമായാൽ പരമാർത്ഥ ജ്ഞാനം താനെ ഉണ്ടാവും. തത്വചിന്തനം അതിന് സഹായിയാകുന്നു. വിഷയാശയോടുകൂടി പ്രവർത്തിക്കുന്ന സാധാരണക്കാര് സുഖം ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്നു. അവർക്ക് വിപരീതമായ
ഫലം നേരിടുന്നു എന്നുള്ളതിനെ നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ദുഃഖം ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കാതിരിക്കെ ദുഃഖം വന്നു കാണുന്നതിനാൽ ആഗ്രഹത്തെ അനുസരിച്ചിട്ടല്ല ഫലം. ദുഃഖം ഉണ്ടാകണമെന്ന് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ ദുഃഖം വന്നു കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ല ഫലം, അതിന് വിപരീതമായ ഫലവും വരും. അങ്ങനെയാണെങ്കിൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം, അല്ലെ? സുപ്തസ്യ വിഷയാലോകോ ധ്യായതോ വാ മനോരഥ നാനാത്മകത്വാൽ വിഫല തഥാ ദേഹാത്മധീർഗുണൈ. ദേഹാഭിമാനം ഉള്ളതുകൊണ്ടാണ് വിഷയങ്ങളിൽ ആഗ്രഹം ഉണ്ടാവുന്നത്. പരമാർത്ഥ ജ്ഞാനം ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിൽ നിന്ന് കേട്ട മഹാവാക്യാർത്ഥത്തിന്റെ നിരന്തരമായ ആലോചന ഉണ്ടാകുമ്പോൾ തെറ്റായ ധാരണ കൊണ്ടാണ് ദേഹത്തിൽ ആത്മാഭിമാനം ഉണ്ടാകുന്നതെന്ന അറിവുണ്ടാവും. അപ്പോ വിഷയാശ നശിക്കും. ഭ്രമം നിമിത്തവും നിരന്തര വിചാരം കൊണ്ടും അസത്യവും സത്യമെന്ന് തോന്നും. സ്വപ്നത്തിലും മനോരഥാവസരങ്ങളിലും ഇല്ലാത്ത വസ്തുക്കളെ ഉള്ളതുപോലെ കാണുന്നത് കൊണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കാറുണ്ട്. സ്വപ്നത്തിലും മനോരഥാവസരങ്ങളിൽ ഇല്ലാത്ത വസ്തുക്കളെ ഉള്ളതുപോലെ കാണുന്നത് കൊണ്ട് സുഖം ദുഃഖം ഒക്കെ അനുഭവിക്കാറുണ്ട്. താൻ മാത്രമല്ലാതെ അന്യമായിട്ടൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇതര വസ്തുക്കളെ കാണാൻ കാരണം നിദ്രയാണ്. ഉറക്കത്തിലല്ലേ ഇതൊക്കെ കാണുന്നത്. ഉണരുന്ന സമയത്തോ സ്വപ്നത്തിൽ കണ്ട പദാർത്ഥങ്ങളും ഇല്ലാതെയാകുന്നത് പോലെ അജ്ഞാനാവസ്ഥയിൽ തോന്നുന്നതായ വർണ്ണാശ്രമാതിഭേദങ്ങളും മനുഷ്യാതിഭേദങ്ങളും വാസ്തവത്തിൽ ഉള്ളവയല്ല, മലിനവാസനയാൽ കൽപ്പിതങ്ങളാണെന്നും ജ്ഞാനാവസ്ഥയിൽ നന്നായിട്ട് മനസ്സിലാവും. എങ്കിലും ആത്മാവല്ലാതെ മറ്റ് അന്യ വസ്തുക്കളൊന്നുമില്ല എന്നുള്ള യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നതുവരെ വർണ്ണാശ്രമാദി കൽപ്പനകൾ അനുസരിച്ച് കർമ്മങ്ങൾ നടത്തുന്നത് പ്രപഞ്ച മിഥ്യാത്വജ്ഞാനത്തിനും ആശാനാശത്തിനും കാരണമായിട്ട് വരും. നിവൃത്തം കർമ്മ സേവേത പ്രവൃത്തം മൽപരസ്ത്യജേൽ ജിജ്ഞാസായാം സംപ്രവൃത്തോ നാദ്രിയേൽ കർമ്മചോദനാം. ജനന മരണത്തെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തീർക്കാൻ ഉപകരിക്കുന്ന കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുകയും നിഷ്കാമകർമ്മത്തെ അനുഷ്ഠിക്കുകയും വേണം. സകാമകർമ്മം വേദത്തിൽ വിധിച്ചിരിക്കണു, ചെയ്യണത് കൊണ്ട് ദോഷമില്ല. ചെയ്യാതിരിക്കുന്നതായാൽ ആ വേദവാക്യം വ്യർത്ഥമായിട്ടും വരും എന്നൊന്നും വിചാരിക്കണ്ട. വിഷയസുഖത്തിൽ തൃപ്തിപ്പെടാതെ പിന്നെയും പിന്നെയും അതിനെ പറ്റി തന്നെ ചിന്തിച്ച് ആഗ്രഹിക്കുന്നവരെ ക്രമേണ ഉയർത്താനുള്ള ഒരു മാർഗം കാണിക്കുന്നതിനാണ് സകാമകർമ്മവിധി. വിഷയത്തിലെ ആഗ്രഹം നശിക്കണമെന്നും സ്വരൂപജ്ഞാനം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഭക്തൻ കേവലം വിഷയിയല്ലാത്തതിനാൽ സകാമ നിഷിദ്ധ കർമ്മങ്ങൾ തീരെ ഉപേക്ഷിക്കണം. വിഷയികളെ അനുഗ്രഹിക്കാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേദവിധിയെ ആത്മജ്ഞാനത്തിൽ യഥാർത്ഥമായ ആഗ്രഹമുള്ളവൻ പിന്നെ ആദരിക്കണമെന്നില്ല. അതിനാൽ സകാമകർമ്മവിധി വിഷയികളെ സംബന്ധിച്ചുള്ളതാകയാൽ എന്റെ ഭക്തൻ അതിനെ ആദരിക്കേണ്ട ആവശ്യമില്ല. ആ വാക്യാർത്ഥങ്ങളെ കൊണ്ടുള്ള ഉപയോഗം ഇവന് സിദ്ധിച്ചിരിക്കുന്നു. പിന്നെ സ്വീകരിക്കേണ്ട മാർഗങ്ങളെയും വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങൾ മൽഭക്തൻ സ്വീകരിക്കണം. ഉദ്ദേശിച്ചതായ ഒരേ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുന്ന പലരും പല സ്ഥലത്തിൽ എത്തിയിരിക്കുമ്പോൾ അവരവരുടെ സ്ഥാനത്ത് നിന്ന് ഉദ്ദിഷ്ട സ്ഥാനത്തിലേക്കുള്ള വഴികൾ അവരവർ ആദരിച്ച് അതിൽ കൂടി തെറ്റാതെ നടക്കണം എന്നല്ലാതെ എല്ലാവരും ഒരുപോലെ എപ്പോഴും ഒരേ വഴിയിൽ നടക്കണമെന്ന് നിയമമൊന്നുമില്ല. അതിനാൽ എന്റെ ഭക്തൻ സ്വീകരിക്കേണ്ടതായ നിയമങ്ങൾ താഴെ പറയാം. വേദം ഞാൻ പറഞ്ഞതാകയാൽ ഇപ്പോൾ ഞാൻ ഉപദേശിക്കുന്നതും വേദവിധി തന്നെ, അതിൽ ശ്രദ്ധ വെക്കുക എന്ന് ശാസിച്ചുകൊണ്ട് സാധാരണ ഭക്തന്മാർ ആചരിക്കേണ്ടതായ ക്രമം ഭഗവാൻ വിവരിക്കുന്നു അടുത്ത ശ്ലോകങ്ങളിൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ